ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. ഹെബ്രായ 12:3. ഓരോ കാരണം കൊണ്ട് മാനസികമായി തളരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. മിത്രങ്ങൾ ശത്രുക്കളായേക്കാം. സ്നേഹവും കരുതലും ഇല്ലാത്ത മാതാപിതാക്കളുടെ പെരുമാറ്റം മക്കളെയും അസ്വസ്ഥചിത്തരാക്കിയേക്കാം. ഈ വിധ മനക്ലേശങ്ങൾ ഇല്ലാതാക്കുവാൻ യേശുവിനെ ധ്യാനിച്ചാൽ മതിയെന്ന് ഈ വാക്യത്തിൽ പറയുന്നു. ഏറ്റവും അധികം നന്മ പ്രവർത്തിക്കുകയും അനീതി അനുഭവിക്കുകയും ചെയ്ത ആളാണ് യേശു. താൻ സ്നേഹിച്ചവരിൽ നിന്ന് തനിക്ക് വഞ്ചന മടക്കി കിട്ടി. ഒരു കാരണവും കൂടാതെ അനേകർ തനിക്ക് വിരോധികളായിരുന്നു. ഈ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മനക്ഷീണത്തെ ഇല്ലാതാക്കും. ചില വർഷങ്ങൾക്ക് ശേഷം മുമ്പ് ചൈനയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ ഒരു മിഷണറിയെ ക്ഷുഭിതരായ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കുവാനായി ആയുധങ്ങളുമായി വന്നു. അദ്ദേഹം ഓടി ആറ്റിൽ ചാടി നീന്തി രക്ഷപ്പെട്ടു. പിന്നീട് മിഷണറിമാരുടെ മീറ്റിംഗിൽ തന്റെ അനുഭവം വിവരിച്ചപ്പോൾ ആ സമയം ഏതു വാക്യമായിരുന്നു ഓർമ്മയിൽ വന്നതെന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ ഒരു വാക്യവും ഓർത്തില്ല. യേശു കൂടെ ഉണ്ടായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. ആപത്തിന്റെ നടുവിൽ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ഓർമ്മ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ എല്ലാ ദിവസവും മധ്യാഹ്ന സമയം അടുത്തുള്ള പള്ളിയിൽ വരികയും ഉടനെ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. പള്ളി സൂക്ഷിപ്പുകാരന് സംശയം പറഞ്ഞപ്പോൾ, ഞാൻ ഇതാ ഇവിടെ വന്നിരിക്കുന്നു, കൂടെ വരണമേ എന്ന് യേശുവിനോട് പറഞ്ഞ് കഴിയുമ്പോൾ തന്റെ പ്രാർത്ഥന കഴിഞ്ഞു എന്നതായിരുന്നു അയാളുടെ മറുപടി. സമീപം വസിക്കുന്ന യേശുവിനെ എപ്പോഴും ധ്യാനിക്കുന്ന ആൾ ഒരിക്കലും ഉള്ളിൽ ക്ഷീണിച്ചു പോവുകയില്ല. യേശുവിന്റെ സാന്നിധ്യം മടുപ്പും ക്ഷീണവും ഇല്ലാതാക്കും. കർത്താവായ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ IMS അമ്മ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.